ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ലോർഡ്സിൽ നടന്ന ആവേശകരവും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിരാശാജനകവുമായ പോരാട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് വലിയ ചർച്ചകളാണ് ഒരേ സമയം ചൂടുപിടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് രോഹിത് ശർമ്മയുടെ അമ്പരപ്പിക്കുന്ന തിരിച്ചുവരവും സെഞ്ചുറി പ്രകടനവും വലിയ ആഘോഷമാകുമ്പോൾ മറുവശത്ത് വിക്കറ്റ് കീപ്പിംഗിലെ ഗുരുതരമായ പിഴവുകളുടെ പേരിൽ കടുത്ത വിമർശനങ്ങളാണ് ഇഷാൻ കിഷൻ നേരിടുന്നത്. ലോർഡ്സിലെ ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഉയർത്തിയത് 388 റൺസ് എന്ന അതിഭീമമായ വിജയലക്ഷ്യമായിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ റണ്ണൊഴുക്കിന് ചുക്കാൻ പിടിച്ച താരങ്ങളെ തുടക്കത്തിൽ തന്നെ പുറത്താക്കാൻ ലഭിച്ച സുവർണാവസരങ്ങളാണ് വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷൻ നഷ്ടപ്പെടുത്തിയത്. സെഞ്ചുറിക്കരികെ 91 റൺസിൽ വീണ ജേക്കബ് ബെഥൽ വെറും 18 റൺസിൽ നിൽക്കെ ഇഷാൻ അദ്ദേഹത്തിന്റെ ക്യാച്ച് കൈവിട്ടിരുന്നു. കൂടാതെ മത്സരത്തിലെ ടോപ്പ് സ്കോററായ ബെൻഡക്കറ്റിനെ 26 റൺസിലും 68 റൺസിലും 2 തവണയാണ് ഇഷാൻ പുറത്താക്കാനുള്ള അവസരം പാഴാക്കിയത്. ഒപ്പം കീപ്പിംഗിലെ പിഴവുകൾ കാരണം ഇംഗ്ലണ്ടിന് ചില അധിക റൺസും വഴങ്ങേണ്ടി വന്നു. ആവേശം കൂടിയ നിമിഷത്തിൽ ഇന്ത്യയുടെ ഒരു DRS റിവ്യൂ നഷ്ടപ്പെടുത്തിയതും വലിയ തിരിച്ചടിയായി. സഞ്ജു സാംസനെ പോലുള്ള താരങ്ങൾ ബെഞ്ചിലിരിക്കുമ്പോൾ ഇത്തരം ഗുരുതരമായ അബദ്ധങ്ങൾ വരുത്തുന്ന ഇഷാൻ കിഷൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലുമായുള്ള സൗഹൃദം കൊണ്ടാണ് ടീമിൽ തുടരുന്നതെന്ന തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ബെൻഡക്കറ്റും 141 ജേക്കബ് ബെഥലും നൽകിയ ഈ ജീവൻദാനങ്ങൾ മുതലാക്കിയാണ് ഇംഗ്ലണ്ട് 50 ഓവറിൽ 387/3 എന്ന ഭീമൻ സ്കോറിലെത്തിയത്. ഈ ഭീമൻ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്കു വേണ്ടി മുൻ നായകൻ രോഹിത് ശർമ്മ നടത്തിയ വെടിക്കെട്ട് പ്രകടനം ഏവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വെറും 110 പന്തുകളിൽ നിന്ന് 17 ഫോറുകളുടെയും 5 ഗംഭീര സിക്സറുകളുടെയും അകമ്പടിയോടെ 138 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. മത്സരത്തിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനൊപ്പം ഒന്നാം വിക്കറ്റിൽ 147 റൺസിന്റെയും വിരാട് കോഹ്ലിക്കൊപ്പം രണ്ടാം വിക്കറ്റിൽ 113 റൺസിന്റെയും മികച്ച കൂട്ടുകെട്ടുകൾ പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ രോഹിത് പുറത്തായതിന് പിന്നാലെയുണ്ടായ കൂട്ടത്തർച്ച ഇന്ത്യയെ 27 റൺസുകളെ തോൽവിയിലേക്ക് നയിക്കുകയും പരമ്പര 2-1 വരെ ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയും ചെയ്തു. ഈ തകർപ്പൻ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ വിരമിക്കലിനെക്കുറിച്ചും ഫോമിനെക്കുറിച്ചും സംസാരിച്ചവർക്കെതിരെ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. ഫോം താൽക്കാലികമാണെന്നും എന്നാൽ ക്ലാസ് എപ്പോഴും സ്ഥിരമാണെന്നും വ്യക്തമാക്കിയ ചോപ്ര രോഹിത് ശർമ്മ ഒരു ക്ലാസ് പ്ലെയറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. മുൻകാലങ്ങളിൽ ചെറിയ ഇടവേളകളിൽ മോശം പ്രകടനം വരുമ്പോൾ മാത്രം രോഹിത്തിനെതിരെ വിരമിക്കൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ നിലപാടുകളെ അദ്ദേഹം ചോദ്യം ചെയ്തു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുൻപ് ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും സമാനമായ ചർച്ചകളുണ്ടായെങ്കിലും രോഹിത് മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചടിച്ച കാര്യം ചോപ്ര ഓർമ്മിപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, അഫ്ഗാനിസ്ഥാൻ പരമ്പരകൾക്ക് ശേഷം 2027 ലോകകപ്പ് പ്ലാനുകളിൽ രോഹിത് ഇല്ലെന്ന തരത്തിൽ വന്ന വാർത്തകളെയും ഈ സെഞ്ചുറിക്ക് ശേഷം എങ്ങനെ കാണുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു. രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ച് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഒഴിവാക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണമെന്നാണ് ചോപ്രയുടെ പ്രധാന ആവശ്യം. സെലക്ടർമാരും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും രോഹിത്തുമായി ഒന്നിച്ചിരുന്ന് കൃത്യമായ ചർച്ച നടത്തേണ്ടതുണ്ട്. അടുത്ത 2 മാസത്തേക്ക് ഏകദിന മത്സരങ്ങളില്ലാത്തതിനാൽ സെപ്റ്റംബറിലെ മത്സരങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഓരോ 3 മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴും ടീമിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയുണ്ടായാൽ കളിക്കാർക്കൊരിക്കലും സമ്മർദ്ദമില്ലാതെ സ്വാഭാവികമായ ശൈലിയിൽ കളിക്കാൻ സാധിക്കില്ലെന്നും അത്തരം സാഹചര്യങ്ങൾ സിക്സറുകളും ഫോറുകളും നേടുന്നതിന് പകരം കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറാൻ താരങ്ങളെ നിർബന്ധിതരാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലോർഡ്സിലെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെതിരായ ഈ ഏകദിന പരമ്പര ഇന്ത്യ കൈവിട്ടിരിക്കുകയാണ്. ഒരു വശത്ത് രോഹിത് ശർമ്മയുടെ അമ്പരപ്പിക്കുന്ന സെഞ്ചുറി ആരാധകരെ ആവേശത്തിലാഴ്ത്തുമ്പോൾ മറുവശത്ത് ഇഷാൻ കിഷന്റെ വിക്കറ്റ് കീപ്പിംഗ് പിഴവുകളും ക്യാച്ച് നഷ്ടപ്പെടുത്തലുകളും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. രോഹിത് ശർമ്മ ഇനിയും ഇന്ത്യൻ ഏകദിന ടീമിന്റെ പദ്ധതികളിൽ നിർണായക സാന്നിധ്യമായി തുടരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഞ്ജു സാംസനെ പോലുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഇഷാൻ കിഷന് വീണ്ടും അവസരങ്ങൾ നൽകുന്നത് ശരിയാണോ? അടുത്ത പരമ്പരയ്ക്ക് മുമ്പ് ടീമിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഈ മത്സരത്തെക്കുറിച്ചും താരങ്ങളുടെ പ്രകടനങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.